പാറക്കെട്ടുകളിലൂടെ ഒഴുകിയിറങ്ങി കത്തിജ്വലിച്ച് കാഴ്ചയിൽ ഭീകരനായാണ് എത്തുന്നതെങ്കിലും കൊച്ചുകുട്ടികൾക്ക് പോലും അർമാദിക്കാൻ പറ്റിയൊരിടമാണിത്. പുളിയിട്ട ചമ്മന്തി മീനോട്ട് വെച്ച് കുഴച്ച് കഴിക്കാൻ വേറെ ലെവലും പോലെ. ഇന്ന് ഞങ്ങൾ അരീക്കൽ വാട്ടർഫോൾസിലേക്ക് പോവാണ്. അത് എറണാകുളം പിറവത്താണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വൺ ഡേ ട്രിപ്പാണ്. ഹലോ, ഹായ്. വലിയ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടിയായിരുന്നു അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് വെച്ച് ഇറങ്ങി കഴിക്കാം, അതായിരിക്കും അതിൻ്റെ ഒരു രസമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പൊതിച്ചോറൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും കാറിടാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം കാർ പാർക്കിങ്ങിന് ഒട്ടും സ്ഥലമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ കഷ്ടിച്ചൊരു സ്ഥലമൊക്കെ കണ്ടെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്നു. അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ എൻട്രി ഫീ ഒക്കെ എടുത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ പെരുന്നാളിൻ്റെ ഒരാളായിരുന്നു. എറണാകുളം ജില്ലയിലെ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്നതെന്ന് പോലും ഞങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയി. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തു. കാരണം വെള്ളച്ചാട്ടത്തിൽ നിറയെ ആളുകളായിരുന്നു. മണൽത്തരി ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ 3 പിള്ളേരും പറഞ്ഞു, ഞങ്ങൾ എന്തായാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയല്ലാന്ന് പറഞ്ഞു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും ഇറങ്ങിയത്. വെള്ളമൊക്കെ ഭയങ്കര കലങ്ങിയതായിട്ട് ഫീൽ ചെയ്തു. എങ്കിലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ അവിടെ നിന്നപ്പോൾ നമുക്കൊരു വല്ലാത്ത സുഖം തോന്നി. ഞാൻ കുട്ടികളെ ഒത്തിരി നിർബന്ധിച്ചിട്ട് അവരെ ഇറങ്ങിയില്ല. അവർക്ക് ഈ ക്രൗഡ് കണ്ടിട്ട് ആകെ ഒരു അസ്വസ്ഥത തോന്നി. എറണാകുളം ജില്ലയിലെ പിറവം പാമ്പാക്കുട പഞ്ചായത്തിലാണ് ഈ അധികം ആരും അറിയില്ലാത്ത ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മഴ വരുന്നതോടുകൂടിയാണ് ഈ സ്ഥലം സജീവമായി തുടങ്ങുന്നത്. മഴയുടെ ശക്തി കൂടുന്തോറും അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ വന്യതയും സൗന്ദര്യവും ഒന്നിനൊന്നായി കൂടുകയാണ് ചെയ്യുന്നത്. 70 അടിയിലേറെ മുകളിൽ നിന്നും പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറിയാണ് ഇവിടെ വെള്ളച്ചാട്ടം താഴേക്കെത്തുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഈ വെള്ളത്തിലിറങ്ങിയുള്ള ഈ കളികൾ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അതിനകത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കാറിൽ ചെന്നിട്ട് ഞങ്ങൾ എൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഇങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ ഒരു റബ്ബർ തോട്ടം കണ്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ കാറ് നിർത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പൊതിച്ചോറൊക്കെ തുറന്ന് ഞങ്ങൾ ആസ്വദിച്ചങ്ങ് ഫുഡ് കഴിച്ചു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്ന ഈ പൊതിച്ചോറൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ എടി? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. നല്ല പുളിയിട്ട ചമ്മന്തി ഇങ്ങനെ ഇളക്കി കുറച്ച് മീൻ വെച്ച് വിട്ടിട്ട് കുറച്ച് സൗണ്ട് കുറച്ച് അവള് പറയുന്നുണ്ട്. കുറച്ച് ബീൻസ് തോരനും കുറച്ച് മുട്ടയും കുറച്ച് അച്ചാറും പിന്നെ ചമ്മന്തി, നല്ല പുളിയിട്ട ചമ്മന്തി മീനോട്ട് വെച്ച് കുഴച്ച് കഴിക്കാൻ വേറെ ലെവലും പോലെ.
കുറച്ച് നേരം റബ്ബർ തോട്ടത്തിൻ്റെ തണലിലൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.